Hi all, moving on to the next question in the electrochemical cell. ഒരു electrochemical cell ന്റെ cell representation തന്നിട്ടുണ്ട്. ZnSO4 ഉണ്ട്. അതിന്റെ molarity കൂടെ തന്നിട്ടുണ്ട്. Then CuSO4 Cu ആവുന്നു. അവിടെയും കൂടെ molarity തന്നിട്ടുണ്ട്. Then the EMF of the Daniell cell is E1, okay? E1 ആണ് അതിന്റെ EMF എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചത് E1 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. Okay, when the concentration of ZnSO4 changed to 1 molar and the CuSO4 changed to 0.01 molar, then the EMF changes to E2. Okay, then ഫസ്റ്റ് ഒരു കണ്ടീഷനിൽ അതിൽ ZnSO4ന്റെ മൊളാരിറ്റി ആ സെൽ റെപ്രസെൻറ്റേഷനിലുണ്ട്, CuSO4ന്റെ മൊളാരിറ്റിയും സെൽ റെപ്രസെൻറ്റേഷനിൽ നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ഈ മൊളാരിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തപ്പോൾ ആദ്യം കിട്ടിയ ഒരു മൊളാരിറ്റി, ദെൻ അവിടെ വെച്ച് നമ്മൾ ആ സെല്ലിന്റെ പൊട്ടൻഷ്യൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ E1 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ദെൻ ഈ മൊളാരിറ്റി രണ്ടിനെയും ഞാൻ മാറ്റുകയാണ്. അങ്ങനെ ചേഞ്ച് ചെയ്ത് രണ്ടാമത്തെ കേസിൽ എനിക്ക് E2 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടുന്നു. ഫ്രം ദ ഫോളോയിങ് വിച്ച് വൺ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ E1 and E2. കുറച്ച് റിലേഷൻ തന്നിട്ടുണ്ട് E1ഉം E2ലും. ഇതിലേതാണ് കറക്റ്റ് റിലേഷൻ എന്നുള്ളതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ദെൻ ഓരോ കേസും നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് 1 എന്ന് പറയുന്നത് നമുക്ക് E1 പൊട്ടൻഷ്യൽ കിട്ടുന്നു. ZnSO4ന്റെയും CuSO4ന്റെയും മൊളാരിറ്റിയും കൂടെ നമുക്ക് നോക്കാം. ZnSO4ന്റെ മൊളാരിറ്റി 0.01ഉം 0.01ഉം ദെൻ CuSO4ന്റെ മൊളാരിറ്റി എന്ന് പറയുന്നത് 1ഉം ആയിരുന്നു. ദെൻ ആ സെൽ റെപ്രസെൻറ്റേഷനിൽ തന്നെ ഉണ്ട്, എടുത്ത് പറഞ്ഞില്ലെങ്കിലും ആ സെൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് തന്നെയല്ലേ. സോ നമ്മൾ എടുത്ത് എഴുതിയിട്ടുണ്ട്. E1 എപ്പോഴാണ് കിട്ടിയത്? ZnSO4ഉം CuSO4ഉം ഈ മൊളാരിറ്റിയിലാണ് എടുത്തിരിക്കുന്നതെങ്കിൽ E1 ആയിരിക്കും സെൽ പൊട്ടൻഷ്യൽ കിട്ടുന്നത്. അത് ഒന്നാമത്തെ കേസ്. ഓക്കെ, അവിടെ നിന്നൊന്നും മനസ്സിലാക്കേണ്ട, അത് തന്നെ മാറ്റി വെക്കാം. ദെൻ ഓക്കെ, അവിടെ നിൽക്കട്ടെ. എടാ, ഈ കേസിൽ നേർണസ്റ്റ് ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. നേർണസ്റ്റ് ഇക്വേഷൻ, സിംപ്ലി നേർണസ്റ്റ് ഇക്വേഷൻ എന്താ? ഈ സെൽ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ E0 സെല്ല് മൈനസ് 0.0591 ബൈ n ഇൻറ്റു 0.059 ബൈ n ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് എന്നായിരിക്കും വരിക. ഓക്കെ, ദെൻ ഇവിടെ എന്താ പ്രൊഡക്റ്റും എന്താ റിയാക്റ്റന്റ് എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ മാത്രം പറഞ്ഞാൽ മതി. ഇവിടെ നടക്കുന്നത് സിങ്ക് ZnSO4 ആകുന്നുണ്ട്, CuSO4 Cu ആകുന്നുണ്ട്. സെൽ റെപ്രസെൻറ്റേഷനിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ക്ലിയർ ആയിട്ട് കിട്ടും. എന്താ അവിടെ നടക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത്? ZnSO4 ആകുന്നുണ്ട്, Zn എന്ന് പറയുന്നത് ZnSO4 ആകുന്നുണ്ട്. ദെൻ CuSO4 എന്ന് പറയുന്നത് എന്താകുന്നുണ്ട്? Cu ആകുന്നുണ്ട്. ക്ലിയർ ആണോ? സോ ഇതാണ് സെൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ Zn പ്ലസ് CuSO4 ഗീവ്സ് ZnSO4 പ്ലസ് Cu. സോ അത് നമ്മുടെ റിലേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇനി നോക്കുക ആരൊക്കെയാണ് പ്രൊഡക്റ്റ്, ആരൊക്കെയാണ് റിയാക്റ്റൻ്റ് എന്ന്. സിംപ്ലി എഴുതാം. എ സെല്ല് വിച്ച് ഇസ് ഈക്വൽ ടു എ സെല്ല് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് E1 എന്നാണ് കിട്ടിയത്. സോ E1 എന്ന് തന്നെ കൊടുക്കാം. E1 വിച്ച് ഇസ് ഈക്വൽ ടു E0 സെല്ല് എന്ന് പറയുന്നത് നമുക്ക് വാല്യൂ അറിയില്ല. സോ E0 സെല്ല് എന്ന് തന്നെ കൊടുക്കാം. മൈനസ് 0.0591 ബൈ n എന്ന് പറയുന്നത് നോക്കുക ZnSO4 ആകുന്നു. Zn എന്ന് പറയുന്നത് ZnSO4 ആകുന്നു. അപ്പൊ എങ്ങനെയായിരിക്കും ആ റിലേഷൻ വരാം? ZnSO4 ആയി, ഓർ Cu എന്തായി? CuSO4 ആയി. ഇവിടെ രണ്ടും അതിന്റെ എലമെന്ററി സ്റ്റേജിൽ നിൽക്കുകയാണ്. രണ്ടും എന്ത് ചെയ്യുന്നതാണ്? എലമെന്ററി സ്റ്റേജിൽ നിൽക്കുകയാണ്. രണ്ടിടത്തും എന്ത് വരും? 0 ആയിരിക്കും വരിക അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നോക്ക്, ZnSO4 ആകുമ്പോൾ അവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എന്താ ചേഞ്ച് വരിക? SO4 -2 ആണ്. സോ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -2 തന്നെ വരും. സോ സിങ്കിന്റെ എന്ത് വരും? +2 വരും. സോ 0ന്ന് +2 ആകാൻ 2 ഇലക്ട്രോൺ അല്ലേ പോയത്, 2 ഇലക്ട്രോണല്ലേ ലോസ് ആയത്. സോ അവിടെ വരുന്നത് 2 എന്നായിരിക്കും. ഇലക്ട്രോണിന്റെ എണ്ണം വരിക 2 എന്നായിരിക്കും. സോ 0.0591 ബൈ 2 ഇൻറ്റു ലോഗ് പ്രൊഡക്റ്റ് ബൈ റിയാക്റ്റന്റ് എന്നാണ് വരിക. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ZnSO4 ഉണ്ട്, ദെൻ ആരുണ്ട്? Cu ഉണ്ട്, ഡിവൈഡഡ് ബൈ CuSO4ഉം Zn-ഉം. CuSO4ഉം Zn-ഉം ഇത്രയും ആൾക്കാരാണ് വരിക. ക്ലിയർ ആണോ? ഇനി ഇവിടെ അറിയേണ്ട ഒരു പോയിന്റ് കൂടി ഉണ്ട്. ആ കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽസ് വരുവാണെങ്കിൽ നമുക്ക് 0 ആയിട്ട് പോവാം. കോൺസെൻട്രേഷൻ ഓഫ് ആ മെറ്റൽസ് എന്തെടുക്കാം? 0 ആയിട്ട് കൊടുക്കാം. സോ E1 എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു E0 സെല്ല് മൈനസ് 0.05
0.591/2 ഇൻറ്റു ലോഗ്, ഇനി വേണ്ടുന്നത് ZnSO4ൻ്റെയും CuSO4ൻ്റെയും കോൺസെൻട്രേഷൻ ആണ്. ഫസ്റ്റ് കേസ് ആണ്. ZnSO4ൻ്റെ 0.01 ആയിരിക്കും വരിക. 0.01/CuSO4ൻ്റെ വരുന്നത് 1 ആയിരിക്കും. സോ നമുക്ക് ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് എഴുതാം. E0 സെല്ല് -0.0591/2 ഇൻറ്റു ലോഗ് 0.01/1. എടാ ലോഗ് 0.01 എന്ന് പറയുന്നത് ലോഗ് 10⁻² എന്നല്ലേ? 10⁻² എന്നല്ലേ എൻ്റെ മീനിങ്? സോ ലോഗ് 10⁻² എന്ന് പറയുന്നതിനെ നമുക്ക് മാറ്റി എഴുതാം. -2 ഫ്രണ്ടിൽ എഴുതാം. -2 ഇൻറ്റു ലോഗ് 10 എന്ന് നമുക്ക് മാറ്റി എഴുതാം അല്ലേ? -2 ഇൻറ്റു ലോഗ് 10 എന്നാക്കാം. സോ -2 ഇൻറ്റു ലോഗ് 10 മീൻസ് 1 ആണ്. സോ -2 എന്ന് നമുക്ക് അതിനെ ആൻസർ ചെയ്യും. ലോഗ് 10⁻² വിച്ച് ഇസ് ഈക്വൽ ടു -2 ആണ്. സോ ഈ നോട്ട് സെല്ല് -0.0591/2 ഇൻറ്റു -2 വരും. മൈനസ് ഞാൻ ഇവിടെ കൊടുക്കുന്നു, പ്ലസ് ആകുന്നു. സോ 2 വരും വിച്ച് ഇസ് ഈക്വൽ ടു E0 സെല്ല് +0.0591 എന്ന് കിട്ടി. ഇത് എന്തിൻ്റെ വാല്യൂ ആ? E1ൻ്റെ വാല്യൂ ആ. സോ E1ൻ്റെ ആക്ച്വൽ വാല്യൂ ഒന്നും നമുക്കറിയില്ല. E0 സെല്ല് നമുക്കറിയില്ല. സോ കിട്ടിയ ആ മൊളാരിറ്റീന്ന് നമുക്ക് ഇവിടുത്തെ കാൽക്കുലേഷൻ ഫുള്ള് കംപ്ലീറ്റ് ആക്കി നമ്മൾ E1 എന്ത് വരും എന്ന് എഴുതി. E1 വിച്ച് ഇസ് ഈക്വൽ ടു E0 സെല്ല് +0.0591 എന്ന് എഴുതി. ഇത് എന്ത് കേസാണ്? ഫസ്റ്റിലത്തെ കേസാണ്. നോക്കിക്കോളുക, മൊളാരിറ്റി എന്ന് പറയുന്നത് ZnSO4ൻ്റെത് 0.01 ദെൻ CuSO4ൻ്റെ 1 ആകുന്ന ഒന്നാമത്തെ കേസാണ്. ഇതുപോലെ കേസ് 2 കൂടെ നമുക്ക് നോക്കാം. കേസ് 2 എന്ന് പറയുന്നത് നേരെ ഇതിൻ്റെ മൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നതാണ്. ആ ചേഞ്ച് ചെയ്യുന്നത് ക്വസ്റ്റനിലേക്ക് നോക്കാം. മൊളാരിറ്റി ഇപ്പം എങ്ങനെയാണ് ചേഞ്ച് ചെയ്തേക്കുന്നത്? വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ZnSO4 ഇസ് 1 മോളാറും CuSO4ൻ്റെത് 0.01. ഓക്കെ അല്ലേ? ദെൻ കേസ് 2 എന്ന് പറയുന്നത് ZnSO4ൻ്റെത് ZnSO4 1 മോളാർ ആകുന്നു. CuSO4 എന്ന് പറയുന്നതിൻ്റെ കോൺസെൻട്രേഷൻ 0.01 മോളാർ ആകുന്നു. അപ്പോൾ ഉള്ള ഈ വാല്യൂ എന്ന് പറയുന്നത്, ഈ സെൽ എന്ന് പറയുന്നത് E2 ആണ്. സോ E2 വിച്ച് ഇസ് ഈക്വൽ ടു E0 സെൽ അറിയില്ല. E0 സെല്ല് -0.0591/2 ഇൻറ്റു ലോഗ് അവിടെയും വരുന്നത് എന്തായിരിക്കും? പ്രൊഡക്റ്റ് ബൈ റിയാക്റ്റൻ്റ് എന്നായിരിക്കും. ആ പ്രൊഡക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും? സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും നമ്മൾ ക്യാൻസൽ ചെയ്യും, 0 ആയി പോകുമെന്ന് പറയും. ദെൻ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുകയാണെങ്കിൽ ദെൻ മേളിൽ എന്ത് വരും? ZnSO4 വരും, താഴെ CuSO4 വരും. ZnSO4ൻ്റെ 1 ആണ് ബൈ 0.01 എന്നായിരിക്കും വരിക. ക്ലിയർ ആണോ? സോ E0 സെൽ വിച്ച് ഇസ് ഈക്വൽ ടു -0.0591/2 ഇൻറ്റു ലോഗ് 10⁻². ഇപ്പം 1/0.01 എന്നാണ് നടക്കുന്നത്. സോ 1/10⁻² ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു ലോഗ് 10⁻² എന്ന് എഴുതാം. 10⁻² എന്ത് എഴുതാം? 2 എന്നാക്കാം. ക്ലിയർ അല്ലേ? ലോഗ് 1/0.01 എന്നാണ് നടക്കുന്നത്. സോ ലോഗ് 1/10⁻² ആണ്. ദാറ്റ് ബിക്കം ലോഗ് 10² എന്നാകും വിച്ച് ഇസ് ഈക്വൽ E0 സെല്ല് -0.0591/2 ഇൻറ്റു ലോഗ് 10² എന്ന് പറയുന്നത് 2 ഇൻറ്റു ലോഗ് 10 എന്ന് എനിക്ക് ചേഞ്ച് ചെയ്യാം. സോ 2 ഇൻറ്റു 1 എന്നാകും. സോ 2 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ദെൻ 2 ക്യാൻസൽ ചെയ്താൽ വിച്ച് ഇസ് ഈക്വൽ ടു E0 സെല്ല് -0.0591 എന്ന് കിട്ടും. ക്ലിയർ ആണോ? E2 ആണ് ഞാനിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത്. ഓൾറെഡി ഞാൻ E1 ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കുക, E1 എന്ന് പറയുന്നത് എത്രയാണോ E0 വാല്യൂ, വാട്ടർ ഇറ്റ് ഇസ്, E0 വാല്യൂൻ്റെ കൂടെ +0.0591 ആഡ് ചെയ്യുന്നതാണ്. അവിടെ നോക്കുക E2 എന്ന് പറയുന്നത് എന്താ? ആ ഈ സെല്ലിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ അവിടെ ആരാ വലുത്? E1 എന്ന് പറയുന്നത് ആഡ് ചെയ്ത് വരുന്നു. ദെൻ E2 എന്ന് പറയുന്നത് മൈനസ് ചെയ്ത് വരുന്നു. സോ ആരാണ് വലുത്? E1 ആണ് ലാർജ്. ഓക്കെ അല്ലേ? E1 ആണ് ലാർജ്. E1 ആണ് ലാർജ് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദെൻ ഓപ്ഷൻസിലേക്ക് വരാം. ഫസ്റ്റ് ഓപ്ഷൻ E1 ഈക്വൽ E2 ഒരിക്കലും ആവില്ല. ഓക്കെ, ഒരെണ്ണം നമുക്ക് +0.0591 ഒരെണ്ണം നമുക്ക് മൈനസും ആണ് കിട്ടിയത്. സോ ഒരിക്കലും ഈക്വൽ ആവില്ല. ക്ലിയർ ആണല്ലോ? സോ E1 ഓപ്ഷൻ ബി നോക്കുകയാണ്, E1 ലെസ് ദാൻ E2. അപ്പോൾ അതുമല്ല. ദെൻ സി ഓപ്ഷൻ നോക്കുക, ഡി ഓപ്ഷനോടെ നോക്കിക്കേ, E2 ഈക്വൽ 0 ആൻഡ് നോട്ട് ഈക്വൽ ടു E1. ഒരിക്കലും അല്ല, നമുക്കൊന്നും 0 കിട്ടിയിട്ടില്ല. സോ അതുമല്ല. സോ ഓപ്ഷൻ സിയിലേക്ക് വരാം, E1 ഗ്രേറ്ററും E2 ലെസ്സും ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ.